വാക്സിൻ ഡോക്ടർമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല, സ്വന്തം കുഞ്ഞിന് കൊടുക്കാറില്ല. ഞങ്ങൾ ചിലരെ കൊണ്ട് ചോദിപ്പിച്ചു, ചില നഴ്സുമാരെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗം വരാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഡോക്ടർമാരുടെ കുട്ടിയല്ലേ, വാക്സിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഡോക്ടറുടെ വീട്ടിലെ കുട്ടിയിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ പറഞ്ഞു. അത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു അടുത്ത ഡോക്ടർ. പരസ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന ഈ വിഷദ്രാവകം മെഡിക്കൽ കോളേജിൽ ശവം സൂക്ഷിക്കുന്ന ഫോർമലിൻ എന്ന് പറഞ്ഞ സാധനത്തിലാണ് പകുതി വീര്യത്തിൽ ചത്തു ജീവിപ്പിക്കുന്ന ഈ അണുക്കളെ സൂക്ഷിക്കാൻ കഴിയുക. അല്ലാതെ വേറെ ഏത് ദ്രാവകത്തിൽ പകുതി വീര്യത്തിൽ ചത്തു ജീവിപ്പിക്കാൻ ഈ അണുവിനെ നിങ്ങൾക്ക് സാധിക്കും? വൈദ്യശാസ്ത്രം, ഈ ഡോക്ടർമാർ മറുപടി പറയട്ടെ. മെഡിക്കൽ കോളേജിൽ ശവം ചെയ്യാതെ സൂക്ഷിക്കുന്ന ഫോർമലിൻ എന്ന് പറഞ്ഞ ദ്രാവകത്തിലാണ് ഈ വാക്സിന്റെ അണുക്കളെ സൂക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി. കുരങ്ങന്റെ ചലം, കുരങ്ങന്റെ വൃഷണം പഠിപ്പിച്ച ചലം, പന്നിയുടെ തലച്ചോറ് പഠിപ്പിച്ച ചലം, ഈ ആനിമൽ ബോഡിയല്ലേ വാക്സിന്റെ ഉള്ളിലുള്ളത്? ഈ ചലം കൊടുത്താണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കേണ്ടത്? മെർക്കുറി, സിമറോസിൽ, അലൂമിനിയം ഫോസ്ഫേറ്റ്, ഫോർമലിൻ, മറ്റ് ഫംഗസുകൾ ഈ വാക്സിന്റെ ഉള്ളിൽ പിടിക്കാതിരിക്കാൻ ആംബിസിലിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ കാളകൂടം നിങ്ങളുടെ കുഞ്ഞിന്റെ വായിലേക്ക്. ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പോളിയോ വാക്സിൻ കൊണ്ട് ഞാൻ ചില പഠനങ്ങൾ നടത്തി വരികയാണ്. ഈ പോളിയോ വാക്സിൻ ഡീപ് ഫ്രീസറിൽ വയ്ക്കാതെ നിങ്ങൾ നിങ്ങളുടെ അന്തരീക്ഷ വായുവിലേക്ക് എടുത്ത് കുപ്പി വെച്ചാൽ 2 ദിവസം കൊണ്ട് ഇത് മുഴുവൻ മെർക്കുറിയുടെ ചുവന്ന നിറത്തിലേക്ക് ഈ മരുന്ന് വഷളാകും. പിന്നെ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോ തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പോളിയോ വാക്സിൻ എന്ന് പറയുന്ന സാധനം ഭീകരമായ വിഷമാകുകയാണ്. അപ്പൊ ഫ്രിഡ്ജിൽ നിന്നെടുത്ത സാധനം നിങ്ങളുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ടു കൊടുക്കുമ്പോ കുഞ്ഞിന്റെ ഉള്ളു മുഴുവൻ ഡീപ് ഫ്രീസറായിട്ട് ഇരിക്കുകയാണോ? കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കാൻ. ആ ചൂടിലേക്ക് വിഷം മാറിക്കഴിയുമ്പോ പുറത്ത് അന്തരീക്ഷ വായുവിൽ ഇരിക്കുന്ന അതേ അവസ്ഥയിലേക്ക് ഈ മരുന്ന് ഭീകരമാവില്ലേ? ഇത് കോമൺ സെൻസ് അല്ലേ? ഈ വാക്സിനുകൾ ആരോഗ്യത്തിന് ഫലപ്രദമാണത്രേ. അതേസമയം സ്വതന്ത്രരായ ശാസ്ത്രജ്ഞന്മാർ ഈ വ്യാപകമായ വാക്സിനേഷനുകളാണ് എയ്ഡ്സിന് കാരണമായിരിക്കുന്നത് എന്ന് പഠനങ്ങൾ നടത്തി പുസ്തകങ്ങൾ പലതിറക്കിയിരിക്കുന്നു, സയന്റിഫിക് റിസർച്ച് പേപ്പറുകൾ ഇറക്കിയിരിക്കുന്നു. മരുന്ന് കമ്പനികളും ആരോഗ്യ വകുപ്പുകളും കൂടെ അത് മുക്കിവെച്ചിരിക്കുന്നു. 1995 അമേരിക്കയിൽ സെനറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് അവരുടെ ചോദ്യം ചെയ്യലുകളും പഠനങ്ങളും നടത്തി 1961 മുതൽ ഓറൽ പോളിയോ വാക്സിൻ കൊടുത്ത് അമേരിക്കയിലുണ്ടായിട്ടുള്ള സകല പോളിയോ കേസുകളും 1961 ശേഷം ഈ വാക്സിൻ കൊണ്ടുണ്ടായതാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അമേരിക്ക നിരോധിച്ചതാണ് 1995. ആ വർഷം തന്നെയാണ് ഈ മരുന്നുകൾ മുഴുവനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഇരട്ടി തുള്ളിയായി ഒഴിക്കാൻ തുടങ്ങിയത്. പീഡിയാട്രിക് ഇൻഡെക്സ് ഈ പുസ്തകത്തിൽ പോളിയോ വാക്സിൻ, ആ വാക്സിന്റെ ഉള്ളിൽ 7 ലക്ഷത്തിലധികം അണുക്കളുണ്ടെന്നും ഇത് കൊടുക്കാൻ പാടില്ലാത്ത കോൺട്രാ ഇൻഡിക്കേഷനായിട്ട് അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ്, ഫീവർ, ഡയറിയ ആൻഡ് ഡിസെൻട്രി, ലുക്കേമിയ ആൻഡ് അതർ മാലിഗൻസി, ഇതുപോലുള്ള രോഗാവസ്ഥയിൽ ഈ മരുന്ന് കൊടുക്കാനേ പാടില്ല എന്നും ഈ മരുന്ന് കൊടുത്താൽ, പോളിയോ വാക്സിൻ കൊടുത്താൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് റെയർ കേസസ് ഓഫ് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ, അപൂർവമായി മരുന്നുമായി ബന്ധപ്പെട്ട തളർച്ച പോളിയോ വാക്സിൻ കിട്ടുന്ന കുട്ടിക്കും അവരുമായി ബന്ധപ്പെടുന്നവർക്കും ഉണ്ടാകാമെന്നും മെഡിക്കൽ പ്രസിദ്ധീകരണം എഴുതി വച്ചിരിക്കുന്നു. അതിന്റെ പുറയിലെ പരസ്യം നോക്കുക. കുഞ്ഞുങ്ങളുടെ കരള് തകർന്ന് അനവധി കുഞ്ഞുങ്ങൾ മരിച്ചതുകൊണ്ട് ലോകത്ത് 150 രാജ്യങ്ങൾ നിരോധിച്ച, ലോകാരോഗ്യ സംഘടന നിരോധിക്കാൻ ആവശ്യപ്പെടുന്ന നിമോസലൈഡ് ഗുളിക നിമോട്ടാസ്, അത് മാംഗോ ഫ്ലേവർ ആണ്. കുഞ്ഞിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ രുചിയുള്ള ഗുളികയായതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിത് രുചിയോടെ ചപ്പി തിന്നോളൂ എന്ന് പറയുന്ന പരസ്യം ലോകം മുഴുവൻ 3M ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ ഒരു അതിഭീകര അമേരിക്കൻ കമ്പനിയാണ് സുപ്പീരിയർ ടു പാരാസെറ്റമോൾ എന്ന പേരിൽ ഈ നിമോസലൈഡ് മരുന്ന് കണ്ടുപിടിക്കുന്നത്.
1994 1994 അമേരിക്കൻ കമ്പനി കണ്ടുപിടിച്ച ഈ മരുന്നിന് ഇന്നേ വരെ അമേരിക്കയിൽ വിൽക്കാൻ ലൈസൻസ് കിട്ടിയില്ല. ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളും ഈ മരുന്ന് വിൽക്കാൻ ഇതേവരെ അനുവദിച്ചില്ല. അനുവദിച്ച 150 രാജ്യങ്ങളും നിരോധിച്ചു. ഇനി 3-4 രാജ്യങ്ങളെ നിരോധിക്കാനുള്ളൂ. അതിലൊന്ന് നമ്മുടെ മഹത്തായ ഭാരതമാണ്. കോടികളത്ര ഡ്രഗ് കൺട്രോളർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. ഇതിൽ ഇത് മാത്രമല്ല അതിന്റെ പരസ്യം. ഇത് നിമുലിഡ്, MD കിഡ്സ്, കുട്ടികൾക്ക് പ്രത്യേകം MD ബിരുദമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത ചെറിയ വേറൊരു പരസ്യം, നിമോട്ടാസിന്റെ അടുത്ത പരസ്യം. വർഷങ്ങൾക്ക് മുമ്പേ ലോകരാഷ്ട്രങ്ങൾ നിരോധിച്ച ഒരു മരുന്നിന്റെ പരസ്യം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകളെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ചികിത്സിച്ച് ഡോക്ടർ രോഗം മാറ്റിത്തരുമെന്നുള്ള അബദ്ധമാണോ? കുടുംബാസൂത്രണമല്ലേ ദേശീയ മുഖ്യ നയം? നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ പരിപാടികളെ വിജയിപ്പിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള ഉത്തമ പൗരന്മാരല്ലേ? അതുകൊണ്ടല്ലേ ലോകാരോഗ്യ സംഘടന നിരോധിച്ച മരുന്നുകൾ ഇവിടെ നിരോധിക്കാത്തത്? എങ്ങനെയെങ്കിലും എണ്ണം കുറച്ച് സായിപ്പിന് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതുകൊണ്ടല്ലേ 1995 അമേരിക്കയിൽ നിരോധിച്ച ഓറൽ പോളിയോ വാക്സിൻ. പീഡിയാട്രിക് ഇൻഡെക്സ് പറയുന്നു പോളിയോ വാക്സിന്റെ ഉള്ളിൽ, ഓറൽ പോളിയോ വാക്സിന്റെ ഉള്ളിൽ 7 ലക്ഷത്തിലധികം അണുക്കൾ, 3 തരത്തിലുള്ള പോളിയോ വൈറസുകളാണ് അതിനുള്ളിലുള്ളത്. ഓറൽ പോളിയോ വാക്സിൻ പനിയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. വയറിളക്കമുള്ളപ്പോ, ക്യാൻസർ ഉള്ളപ്പോ, ലുക്കേമിയ ഉള്ളപ്പോ, പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉള്ളപ്പോ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, റയർ കേസസ് ഓഫ് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ. പോളിയോ മരുന്നെടുക്കുന്ന കുട്ടിക്കും ആ കുട്ടിയുമായി ബന്ധപ്പെടുന്നവർക്കും അപൂർവമായി പോളിയോ വന്ന് തളർന്നു പോകാം എന്നീ മെഡിക്കൽ ടെക്സ്റ്റ് പറയുമ്പോൾ അപൂർവമായി കുട്ടികളെ തളർത്തുന്ന പോളിയോ വളരെ വ്യാപകമായ ആ കുട്ടിയുടെ ബുദ്ധി തളർത്തും, ആ കുട്ടിയുടെ ലൈംഗിക ശേഷി തളർത്തും. അതാണ് ഇവിടെ ആവശ്യം. 1995 അമേരിക്കയിൽ നിരോധിച്ച പോളിയോ വാക്സിൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് കടത്തി. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണം. ഇപ്പോ വിവാഹിതരാകുന്ന 100 ദമ്പതികളിൽ 30 ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പദ്ധതി വിജയമായി വരുന്നു. ആശുപത്രിയിൽ വന്ന് കീറിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരത്തനും വരികയില്ല. സാരി കൊടുക്കാന്ന് പറഞ്ഞു, ബക്കറ്റ് കൊടുത്തു, 100 രൂപയും കയ്യിൽ വെച്ച് കൊടുത്തിട്ടും വരില്ല ദരിദ്രവാസികൾ എന്ന് പറഞ്ഞാൽ. അവനൊക്കെ വാക്സിൻ രോഗം വരാതിരിക്കാൻ. അടുത്ത മനുഷ്യരല്ലേ രോഗം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ വന്നില്ലെങ്കിൽ പിന്നെ രോഗം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഭാവി തലമുറകളെ ഷെയ്പ്പ് ചെയ്യുക, എണ്ണം കുറയ്ക്കുക എന്നുള്ള അമേരിക്കൻ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായി 1995 3 തുള്ളി തുള്ളിയാൽ ഭാരതമാകെ പോളിയോ വിമുക്തി എന്ന് പറഞ്ഞ് ചണ്ട കൊട്ടി തുടങ്ങിയ പോളിയോ വാക്സിൻ 2000 തീർന്നില്ല. 2002 നിർത്തുമെന്ന് പറഞ്ഞു, 2005 നിന്നില്ല, 2007 തുടരുകയാണല്ലോ. എന്താണ് ഈ ന്യായം? എന്താ ഇതിനുള്ളിലുള്ളത്? മെർക്കുറിയുണ്ട്. 2002 സിൻവുഡ് എന്ന് പറഞ്ഞ് ജോർജിയ സംസ്ഥാനത്തെ ഒരു കോൺഫറൻസ് ഹാളിൽ അതീവ രഹസ്യമായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെയും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെയും ഭാരവാഹികൾ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി. വാക്സിനിൽ മെർക്കുറി ഉള്ളതുകൊണ്ട് ഓട്ടിസം പിടിക്കുന്ന കുട്ടികൾക്ക് അന്തർമുഖ രോഗം വരുന്നു. അതുകൊണ്ട് അമേരിക്കയിൽ ഇനി ഇറക്കുന്ന വാക്സിനുകളിൽ നിങ്ങൾ മെർക്കുറി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. അവരതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മെർക്കുറി ഇട്ട് തന്നെ ആരോഗ്യവകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്തർമുഖ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഓട്ടിസം ഭീകരമായി കൂടുന്നു. അന്വേഷിക്കുക, ശരിയാണോ അല്ലെന്ന് അന്വേഷിക്കുക. അപ്പൊ ഈ അലോപ്പതിയുടെ മരുന്ന് എന്നുള്ളൊരു കൽപ്പന, ഒരു രോഗത്തിന് ഇവന്റെ കയ്യിൽ മരുന്നില്ല എന്നുള്ള ഭാഗം ഞാൻ